ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഒന്നുമില്ലാതെ നല്ല അടിപൊളി ഐസ്ക്രീം വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പറ്റുന്നിടത്തോളം കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ നോക്കണം. ചെറുതായിട്ടൊക്കെ മൈദ കിടന്നാലും കുഴപ്പമില്ല. വലിയ വലിയ കട്ടകളൊക്കെ മാറ്റി നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ മൈദയും പാലും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും അടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് രണ്ടും റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഐസ്ക്രീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്ലേവർ വേണമല്ലോ. ഞാനിവിടെ കുറച്ച് വാനില എസൻസും പിന്നെ കുറച്ച് സ്ട്രോബെറി എസൻസുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ ചേർക്കാം. പൈനാപ്പിളോ പിസ്തയോ ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. വാനില എസൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഞാനിന്നിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും പിന്നെ കുറച്ച് സ്ട്രോബെറി എസൻസും ചേർക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഈ സ്ട്രോബെറിക്ക് പകരം പൈനാപ്പിളോ പിസ്തയോ അങ്ങനെ വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് ഉപയോഗിക്കുന്നതെങ്കിലും കുറച്ച് വാനില എസൻസും കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കണം. പാല് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ചെറിയ കുമിളകൾ വരാൻ തുടങ്ങി. ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം. 1/4 കപ്പ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. പക്ഷെ ഒരുപാട് മധുരം കുറഞ്ഞു പോകരുത്. ഐസ്ക്രീം അല്ലേ, കുറച്ച് മധുരം വേണം. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയണം. അതുവരെ ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഫുൾ അലിഞ്ഞിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, തീ നന്നായിട്ട് കുറച്ച് വെക്കണം. രണ്ടാമത്തത്, മുട്ട ഇതുപോലെ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഒരു കൈ വെച്ച് മുട്ട ഒഴിക്കണം, അടുത്ത കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സ്പീഡിൽ തന്നെ മിക്സ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ മുട്ട വെന്ത് പോകും. അതുകൊണ്ടാണ്. നല്ല ചൂട് പാലിലോട്ടല്ലേ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുട്ട വേവാൻ പാടില്ല. നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലും മൈദയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിടണം കേട്ടോ, കൂട്ടി വെക്കരുത്. വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എസൻസ് ഒഴിക്കാം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആദ്യം ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസും കൂടി ഒഴിക്കുവാണ്. ഞാനൊരു 2 തുള്ളിയാണ് ഒഴിക്കുന്നത്. ഈ എസൻസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒഴിക്കരുത്. വാനില എസൻസ് അങ്ങനെയല്ല. വാനില എസൻസ് നമുക്ക് 1-2 ടീസ്പൂൺ ഒഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്ട്രോബെറി, പിസ്ത, പൈനാപ്പിൾ അങ്ങനത്തെ എസൻസ് നമ്മൾ ചേർക്കുമ്പോൾ 1-2 തുള്ളിയേ ഒഴിക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുവാണ്. ഇത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഈ ഐസ്ക്രീം ഇങ്ങനെ ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് ഐസ്ക്രീം പൗഡർ വാങ്ങിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമായിരുന്നു. അന്ന് നമുക്ക് നാട്ടിലങ്ങനെ ക്രീമും കണ്ടൻസ് മിൽക്കും ഒന്നും കിട്ടുന്ന ഒരു സമയമല്ല. അപ്പോൾ ഐസ്ക്രീം പൗഡർ വാങ്ങിച്ചിട്ട് പാക്കറ്റിൽ കിട്ടും. അത് വാങ്ങിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സ്ട്രോബെറി ഫ്ലേവറും ഇങ്ങനെ ഒരു പിങ്ക് കളറും ഒക്കെയാണ്. എല്ലാം അതിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വെറുതെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ സ്ട്രോബെറി ഫ്ലേവറും പിങ്ക് കളറും ഒക്കെ ചേർത്തത്. ആ ഐസ്ക്രീമിന് ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ക്രീമും കണ്ടൻസ് മിൽക്കും ഒന്നും ചേർത്തിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് അല്ല. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ പരുവം ഞാൻ കാണിക്കാം. കണ്ടോ, ഇതുപോലെ കുറുകി കിട്ടണം. ഇത് നമുക്കൊരു ട്രേയിലോട്ട് ഒഴിച്ചു വയ്ക്കാം. ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇത് ഒരു അലൂമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ഫ്രീസറിനകത്ത് വെക്കണം.
ഏകദേശം ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിക്കണം. എന്നിട്ട് വീണ്ടും ഇത് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രീസറിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 5 മണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കസ്റ്റാർഡിൻ്റെ ഒരു ടെക്സ്ചറായിരിക്കും. അതായത് നമ്മൾ കസ്റ്റാർഡൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ക്രീമി ആയിട്ട് ഒരു ജെല്ലി പോലുള്ളൊരു ടെക്സ്ചറായിരിക്കും ഈ സമയത്ത്. അപ്പോൾ ശരിക്കും ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് വീണ്ടും ഇത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും അത് സെറ്റാവാൻ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കുന്നതിനും കുഴപ്പമില്ല. അതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തത് ഈ ട്രേയിലോട്ട് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് വീണ്ടും ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രീസറിൽ തന്നെ വെക്കണം. നന്നായിട്ട് സെറ്റായി ഐസ്ക്രീം പോലെ ആയി കിട്ടണം. ഏകദേശം ഒരു 4-5 മണിക്കൂർ പിന്നെ എടുക്കും. അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ച ഐസ്ക്രീമാണ്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഒരു ഐസ്ക്രീം സ്കൂപ്പറോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് എടുത്താലും മതി. അപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഞാൻ ശരിക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഐസ്ക്രീം പൗഡർ വെച്ച് തയ്യാറാക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.